മക്കള് വഴിതെറ്റി പോകുമ്പോൾ, തെറ്റായ പ്രവൃത്തി അവരിൽ നിന്നും ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരുടെ അമ്മമാരായിരിക്കും. ഞാനിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേദന അതാണ്. അമ്മ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ലീലാമ്മയുടെ കാര്യത്തിൽ അമ്മയുടെ മക്കളെ ഞാൻ സംശയിക്കില്ല. ഇതിന്റെ പിന്നിൽ മറ്റാരോ ആണ്. അഴകത്ത് വീടിനോട് ശത്രുതയുള്ള മറ്റാരോ ഒരാൾ. അമ്മയൊന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞു പോയ കാലത്ത് എപ്പോഴെങ്കിലും അമ്മ മറന്നുപോയ ഏതെങ്കിലും ഒരാൾ? എന്താ അമ്മേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരുമില്ല. എന്താ മോളെ, പെട്ടെന്ന് നീ വല്ലാതായേ? ഒന്നുമില്ലമ്മേ. നിരാഹാര സമരം അവസാനിപ്പിക്കാറായി. ചേച്ചിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേച്ചി ഇവിടെ എത്തിച്ച ബുദ്ധി ആരുടേതാണോ ആ ആള് തന്നെയാണ് കാണാൻ വന്നിരിക്കുന്നത്. അതാ കയറി വരുന്നു. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ നീയായിരുന്നോ? അതെ. എന്തിനാ നീ ഇങ്ങനൊക്കെ ചെയ്തത്? അമ്മയുടെ ചോദ്യങ്ങൾക്കെല്ലാത്തിനും വ്യക്തമായ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. സമയമാവുമ്പോൾ ഞാനത് പറയാം. അതുവരെ യാതൊരുവിധ ആശങ്കയുമില്ലാതെ അമ്മയ്ക്കിവിടെ കഴിയാം. മോൾ എന്ത് തീരുമാനിച്ചു? നമ്മൾ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ആ കേസ് പിൻവലിക്കല്ലേ? അല്ല. അല്ലേ? അല്ലാതെ പിന്നെ? എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയാൽ മതി. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടിയുടെ അമ്മയെ ഞങ്ങൾ ആരും എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർ അഴകത്തുകാര്. ലീലാമ്മയെ പോലൊരു സ്ത്രീയെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. വെറുതെ ഞങ്ങളെ നാണം കെടുത്താൻ നിൽക്കാതെ ആ കേസ് അങ്ങ് പിൻവലിച്ചൂടെ? കേസ് പിൻവലിക്കാൻ കഴിയില്ല. അതിനെന്നെ നിർബന്ധിക്കണ്ട. അപ്പൊ മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഈ പെണ്ണെ, നിന്റെ അമ്മയെ കാണാതെ പോയതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. നീയൊക്കെ എന്താ വിചാരിച്ചു വച്ചിരിക്കുന്നേ? അഴകത്തുകാരുടെ നേർക്ക് എന്തു ആവാം. മര്യാദയ്ക്ക് പറയുക, ആ കേസ് പിൻവലിച്ച് നീ നിന്റെ കാര്യം നോക്ക്. അല്ലെങ്കിൽ വിവരം അറിയും. ഇല്ല, ആ കേസ് ഞങ്ങൾ പിൻവലിക്കില്ല. അതിന്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? എങ്കിൽ നീ ഒരു കാര്യം കേട്ടോ. ഒരു കാലവും നിന്റെ അമ്മ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലീസുകാരെ കൊണ്ടോട്ട് കഴിയത്തുമില്ല. നിന്റെ അമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നത് അഴകത്തുകാരാണെന്നാണല്ലോ നീ പറയുന്നത്. നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? അവരെ ഞങ്ങൾ തന്നെയാ ഒളിപ്പിച്ചിരിക്കുന്നത്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ നീ അങ്ങ് കണ്ടെത്താം. പറഞ്ഞത് മനസ്സിലായോടി? ഇനി ഈ കേസിന്റെ പേരിൽ അഴകത്തുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ
എന്ത് പണിയാ സാറേ കാണിച്ചത്? എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ആ കേസ് പിൻവലിപ്പിക്കാനുള്ളതിന് സാറിൻ്റെ വാക്ക് കേട്ട് ആ പെണ്ണിനെ പോയി വിളിച്ചുകൊണ്ട് വന്നതാ ഞാൻ ചെയ്ത തെറ്റ്. സാറേ, ഇത് പ്രശ്നമാവും. ഇനി വരുന്നതൊക്കെ സാർ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടിയും വരും. ഓഹോ, അയാൾ അത്രക്കായ? അയാൾ നിന്നെ തല്ലോ മറ്റോ ചെയ്തോ? ഇല്ല, കുറെ വഴക്ക് പറഞ്ഞു. അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നും പറഞ്ഞു. അത് പറയാൻ അവനാരാ? ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയി അവന്റെ മൂക്കാമണ്ട തല്ലി പൊട്ടിച്ചാലാ? അയ്യോ വേണ്ട അമ്മാവ, വെറുതെ തല്ലും ബഹളൊന്നും വേണ്ട. നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മൾ തിരിച്ചൊരക്ഷരം പറയാതിരുന്ന അത് ശുദ്ധ ബോഷ്കല്ലേ മോളെ? വരുന്നില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അമ്മാവനല്ലേ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. അവൻ ആ ഈനാമ്പേച്ചി മാപ്പ് പറയാൻ വിളിപ്പിച്ചാന്നല്ലേ ഞാൻ വിചാരിച്ചത്. എന്റെ അനന്തരവളാന്ന് അറിഞ്ഞിട്ടും അവൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ ഒരു പരിചയമില്ലാത്ത എന്നോട് അവൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഇത് നമുക്കതിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അമ്മാവ, ദയവ് ചെയ്ത് അയാളോട് വഴക്കിനൊന്നും പോവല്ലേ. ഇവനെയൊക്കെ ആര് കാണാൻ പോണ്? നമ്മളിപ്പോ വേറൊരാളെ കാണാൻ പോണത്. അതാരാ? ആ മോള് വാ, അതൊക്കെ ഉണ്ട്. അയാൾ ഇവന്റെ അഹങ്കാരം തീർത്തോളൂ. വാ മോളെ. കഴിക്കൂ. ഇനി ആരോടുള്ള വാശിക്ക് എങ്ങനെ പട്ടിണിയിരിക്കുന്നത്? അമ്മ ഇവിടെ എത്തിച്ചത് ആരാണോ അയാള് വന്നാൽ ആഹാരം കഴിക്കാവുന്ന വിനയനോട് അമ്മ സമ്മതിച്ചതല്ലേ. പറഞ്ഞ വാക്ക് തെറ്റിക്കരുത്. ദാ കഴിക്കും. നീ എന്നെ ശിക്ഷിക്കുകയാണോ അത് രക്ഷിക്കുകയാണോ? അമ്മയ്ക്ക് വേണ്ടി തന്നെയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ അമ്മയ്ക്കത് ബോധ്യപ്പെടും. എന്നെ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനമെടുത്തത് നീ ഒറ്റയ്ക്കാണോ, അതോ സുമംഗലാമ്മയുടെ നിർദ്ദേശങ്ങൾ നീ അതേപടി അനുസരിക്കുന്നേ ഉള്ളോ? അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഒക്കെ എന്റെ തീരുമാനം. നീ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്കോ നിന്റെ അമ്മയ്ക്കോ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ഗുണം ഉണ്ടാവണം. രണ്ടുപേർക്കും ഗുണം ഉണ്ടാവണം. അതിന് തന്നെയാ എന്റെ ശ്രമം. എങ്കിൽ നീ കേട്ടോ, അവസാനം ഞാൻ നിനക്ക് വലിയൊരു ബാധ്യതയായി തീരും. അന്ന് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ഒരുപാട് നാളൊന്നും അമ്മയെ ഞാനിവിടെ അടച്ചിടില്ല. കാര്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ എനിക്കൊരിത്തിരി സമയം കൂടി വേണം. അത് കഴിഞ്ഞ് നീ എന്റെ മകനെ എനിക്ക് തിരിച്ചു തരുമോ? തരും. പക്ഷെ അത് ചെയ്യുന്നത് ഞാനും അഴകത്തമ്മയോ ആയിരിക്കില്ല. അമ്മയുടെ മകൻ ആരാണോ അയാൾ തന്നെയായിരിക്കും. ആ മകൻ ഒരു ദിവസം അമ്മയെ തിരക്കി വരും. എന്നിട്ട് അമ്മയും കൂട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകും. എന്റെ ശ്രമങ്ങളൊക്കെ അതിനു വേണ്ടി തന്നെയാ. ഇനി അമ്മയ്ക്ക് ആഹാരം കഴിക്കാലോ. ഇരിക്കമ്മേ. കഴിക്കൂ. ഹാ, കഴിക്കമ്മേ. അല്ല, മാഡം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. ആ അരവിന്ദൻ എന്തുമാത്രം അഹങ്കാരം ഉണ്ടായിട്ടാ ദേവുവിനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത്. അരവിന്ദൻ വിളിച്ചപ്പോ എന്തിനാ നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് അവിടെ പോയത്? ലീലാമ്മ ചേച്ചിയുടെ കാര്യം വല്ലതും പറയാനായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഓ, പോവണ്ടെന്ന് ഞാൻ പറഞ്ഞതാ മാഡം. പോയേ പറ്റൂന്ന് അമ്മാവന് നിർബന്ധമായിരുന്നു. താൻ എന്തിനാടോ ഈ കുട്ടിയെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്? സത്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് താൻ അറിയും. ഈ കേസ് ഒതുക്കി തീർക്കാൻ ആ അരവിന്ദൻ കാശായിട്ട് വല്ലതും തന്നാലോ എന്ന പ്രതീക്ഷയിൽ അങ്ങ് പോയതാ. എടോ, തനിക്ക് നാണമില്ലേ?
കണ്ടവന്റെ ഒക്കെ നക്കാപ്പിച്ച പ്രതീക്ഷിച്ച് നടക്കുന്നു. ഓ അയ്യോ അങ്ങനെയല്ല മാഡം. കേസ് ഒതുക്കി തീർക്കണമെന്ന് പറഞ്ഞ് അരവിന്ദൻ കാശിങ് തന്നു കഴിഞ്ഞാൽ അതൊരു വലിയ തെളിവാവൂലേ? ആ പ്രതീക്ഷയല്ല ഞാൻ പോയത്. പക്ഷേ അത് എങ്ങനെ അവസാനിക്കുന്നു ഞാൻ അറിഞ്ഞോ? അതെ മാഡം, ദേവുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് മാഡം അരവിന്ദനെതിരെ കേസെടുക്കണം. അങ്ങനെ ഒരു കേസെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത് നിലനിൽക്കില്ല. അപ്പൊ പിന്നെ എന്തൊരു വഴി? എടോ പ്രഭാകര, താനൊരു രാഷ്ട്രീയക്കാരനല്ലേ? ആ അരവിന്ദനെയും അഴകത്തുകാരെയും നാറ്റിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? അതേടോ, തന്റെ രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ച് തന്നെ താൻ അഴകത്തുകാരെ നേരിട്. എന്ത് സഹായത്തിനും ഈ ഞാൻ കൂടെ ഉണ്ടാവും. കവിത, സോളമൻ ഇത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക. എൻ്റെ ഫോൺ കംപ്ലൈന്റാ. കവിത ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ സോളമന്റെ താവളത്തിൽ തന്നെ ഉണ്ട്. സോളമൻ ലേറ്റ് ആവുമെങ്കിൽ പറ, ഞാൻ ഇറങ്ങാൻ തുടങ്ങാം. ഏയ് വേണ്ട, കവിത അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഉടനെ എത്തിക്കോളാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിക്കണോ? ഹലോ ഹലോ, സ്വിച്ച് ഓഫ് ആയി. ഹലോ ഹലോ, സുമംഗലേ. എന്താ എന്താ ഏട്ടാ? ഏട്ടനാകെ പായുന്നത് പോലെയുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? കാര്യങ്ങളാകെ കുഴപ്പത്തിലായി. എന്നുവെച്ചാൽ അത് നീ തന്നെ വന്ന് നേരിൽ കാണ്. വരിക. ഇങ്ങോട്ട് വരിക. ദാ കണ്ടോ? ആരവരൊക്കെ? എന്താ അവരുടെ ഉദ്ദേശം? എനിക്കൊന്നും മനസ്സിലാവണില്ല എന്റെ സുമംഗലേ. കൊന്നോ തിന്നോ കറി വെച്ചോ, ഞങ്ങൾക്കിന്നതറിഞ്ഞേ തീരൂ, ഞങ്ങൾക്കിന്നതറിഞ്ഞേ തീരൂ. പറയൂ പറയൂ അഴകത്തമ്മേ, എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? പറയൂ പറയൂ അഴകത്തമ്മേ, പറയൂ പറയൂ അഴകത്തമ്മേ, എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? പറയൂ പറയൂ അഴകത്തമ്മേ, പറയൂ പറയൂ അഴകത്തമ്മേ, ഞങ്ങളുടെ പുന്നാര ചേച്ചി എവിടെ? പറയൂ പറയൂ അഴകത്തമ്മേ, ഞങ്ങളുടെ പുന്നാര ചേച്ചി എവിടെ? പറയൂ പറയൂ അഴകത്തമ്മേ. ഇല്ല ഇല്ല നിർത്തില്ല. ഈ മുറ്റത്ത് എന്ത് തോന്നിയാസായി കാണിക്കണേ? തോന്നിയാസം ഞങ്ങളുടെ രീതിയല്ല. എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? അല്ല, നമ്മുടെ പേരെന്താന്ന് പറഞ്ഞേ? കുഞ്ഞുണ്ണി. ആ പറയൂ പറയൂ കുഞ്ഞുണ്ണി, പറയൂ പറയൂ കുഞ്ഞുണ്ണി, എവിടെ ഞങ്ങളുടെ ലീലാമ്മ? നിർത്താൻ. ഇതഴകത്ത് വീടാ. ഇതിനു മുൻപിൽ വന്നു നിന്ന് ഇത്തരം ആഭാസത്തരങ്ങൾ കാണിക്കരുത്.
നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം, വളരെ മാന്യമായിട്ട്. എന്താ പേടിപ്പിക്കാണോ? പ്രഭാകരൻ പേടിക്കില്ല. ഇതിനൊക്കെ കാരണം ഇവിടെ ഒരുത്തരുണ്ടല്ലോ, മിടുക്കൻ അരവിന്ദൻ. അവനാണ്. അരവിന്ദനോ? അതെ, ചർച്ചയ്ക്കാണെന്നും പറഞ്ഞ് വിളിപ്പിച്ചിട്ട് അയാള് ദേവുവിനോട് അപമര്യാദയായിട്ട് പെരുമാറി. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ലീലാമ്മ ചേച്ചി തിരിച്ചു വരുന്നതുവരെ ദേവു ഈ വീടിന്റെ വാതക്ക നിരാഹാരം കിടക്കാൻ. ദേവു, ലീലാമ്മയുടെ മകൾ. മോളെ, മോളെ, ദേവു. സ്നേഹം കാട്ടി മയക്കല്ലേ. സുമംഗലെ, ഇങ്ങോട്ട് വരൂ. ഇവരോട് മാന്യമായിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങോട്ട് വരൂ, വരൂ. എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? പറയൂ പറയൂ അഴകത്തമ്മേ. പറയൂ പറയൂ അഴകത്തമ്മേ. ആ ആനന്ദേ, നീ എത്രയും വേഗം വീട്ടിലേക്ക് വരൂ. എന്തുണ്ടേ? അതൊക്കെ വന്നിട്ട് പറയാം. നീ ഒന്ന് വേഗം വരൂ. അരവിന്ദൻ ഇപ്പൊ എത്തും. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ ഉടനെ വരാം. നീ വിഷമിക്കാതെ അവരിങ്ങോട്ട് വന്നോട്ടെ. അവന്റെ സമരം വിളി അവരവസാനിപ്പിച്ചോളും. ആനന്ദുവിനെ വിളിച്ചിട്ട് കിട്ടണമില്ല. ഒന്നുകൂടെ നോക്കാം. കവിത, ഞാൻ പറയുന്ന കേക്ക്. നീ ഫോൺ കട്ടി. ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാ. എവിടേക്കാന്ന് പറ. എന്റെ ശത്രുവിന്റെ മുമ്പിലേക്ക്. അനന്തു പ്ലീസ്, എന്നെ കൺഫ്യൂസ്ഡ് ആക്കാതെ. എവിടേക്കാ? ആരെ കാണാനായി പോകുന്നേ? എനിക്ക് കാണേണ്ടവനെ ഞാൻ കണ്ടോണ്ടേയിരിക്കുക. അവൻ എന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പിന്നാലെ ഞാൻ ഉള്ളതും അവ അറിയുന്നില്ല. അതുകൊണ്ടാണ് നിന്നോട് കട്ട് ചെയ്യാൻ പറയുന്നത്. കണ്ണൊന്നും തെറ്റിയ അവ എന്റെ കൺമുമ്പിൽ നിന്ന് മറയും. ഒരുപാട് തേടി നടന്നിട്ട് ഇന്ന് അവനെ കിട്ടിയത്. അവനോ? അനന്തു, ഇതാരെ കുറിച്ചായി പറയുന്നേ? ഏത് ശത്രു? എന്നെ കൊല്ലാൻ നടക്കുന്ന ഒരുത്തനില്ലേ, അവൻ, ആ സോളമൻ. അവനെ കുറിച്ച് തന്നെ. എന്റെ ചാവിന് അവന് കൊട്ടേഷൻ കൊടുത്ത ആരാണെന്ന് അവനെ കൊണ്ട് ഞാനൊന്ന് പറയിക്കും. അതിനുവേണ്ടി തന്നെയാ ഞാൻ അവന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അനന്തു, അങ്ങോട്ട് പോകണ്ട. അത് അപകടമാ. അനന്തു എവിടെയാ ഉള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, ഈ കണക്ക് ഞാൻ തനിച്ച് തീർത്തോളാം. കൊല്ലുന്നതിന് മുമ്പ് കൊട്ടേഷൻ കൊടുത്ത ആളിന്റെ പേര് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്ന ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. ആ പേര് പറഞ്ഞിട്ടേ സോളമന്റെ ജീവൻ പോവൂ. നീ ഫോൺ വയ്ക്ക. അനന്തു, അത് നീ പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പം വരില്ല. ഹലോ ഹലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അനന്തു, പിന്നാലെയുള്ള കാര്യം സോളമൻ എങ്ങനെ അറിയിക്കും? സോളമൻ എന്റെ പേര് പറഞ്ഞ? ഇല്ല, സോളമൻ അത് പറയില്ല. അനന്തു എന്നെ കാണാൻ പാടില്ല.
അന്നത്തെ ആ രാത്രിയാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്. ഒരുപാട് തിരഞ്ഞിട്ടും പിന്നെ നിന്നെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. സോളമ, ആരാ നിനക്ക് ആ കൊട്ടേഷൻ തന്നത്? നീ ആ പേര് മാത്രം പറ, ഞാൻ പൊക്കോളാം. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് എനിക്കത് പറയിക്കേണ്ടി വരും. സോളമ, സത്യം പറ, ആരാടാ നിനക്ക് ആ കൊട്ടേഷൻ തന്നത്? നിന്നെ ഞാൻ സത്യം പറയാതെ വെറുതെ വിടില്ല. പറയടാ സോളമൻ, പറയാൻ പറയടാ. ആർക്കാടാ എന്റെ ജീവൻ വേണ്ടത്? പറയടാ, ആർക്കാന്ന്? എന്റെ ജീവൻ വേണ്ട ആർക്കാന്ന്? പറയടാ. പറയാം, ഞാനെല്ലാം പറയാം.